വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അശ്വതി. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നതേ, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 4 തെങ്ങിൻ തൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തെങ്ങിൻ തൈ ഇതാണ്. അപ്പൊ 3 വർഷം കായ്ക്കുന്നാണ് പറയണത്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പൈസയ്ക്കൊന്നല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നത്. അതിന് ഇറക്കുകൂലി മാത്രം നമുക്ക് കുറച്ച് നിശ്ചിത പൈസ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളും ഇത് നടന്ന വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്താ ആലോചിച്ചിരിക്കണമെന്നല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെ സ്ഥലം കണ്ടുപിടിക്കും ഒരു 4 തെങ്ങിൻ തൈ നടാൻ? എവിടെ വെക്കും ഗൈസ്? അപ്പൊ ഇതിന്റെ ഒരു ഇതെന്താന്ന് വെച്ചാലേ, നമുക്ക് തെങ്ങിൻ തൈ വെക്കാൻ അവർ തന്നെ വെച്ചിരുന്ന പറഞ്ഞത്. അത് വെച്ചാല് പഞ്ചായത്തുകാരല്ല, തൊഴിലുറപ്പിന്ന് ആൾക്കാർ വന്നിട്ട് നമുക്ക് തെങ്ങിൻ തൈ അവർ വെച്ചിരുന്ന പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ അവർക്ക് വെക്കാനുള്ള സ്ഥലം നമ്മൾ കാട്ടിക്കൊടുത്താൽ മതി എന്നാ പറഞ്ഞത് കേട്ടോ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നല്ല വേനൽക്കാലല്ലേ, അപ്പൊ ഭയങ്കര ഇതായിട്ട് മണ്ണ് നല്ല ഉറച്ചു നിൽക്കണ സമയല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഇവിടെ നനച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് 2 ദിവസമായിട്ട് ഇവിടെ നനച്ചിടുന്നുണ്ട്. അപ്പൊ ഇന്നും കൂടി ഒന്ന് നനച്ചിടണം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഞാനേ ഇവിടെ 2 തെങ്ങിൻ തൈ വെക്കാനുള്ള ഒരു സ്ഥലം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ നമ്മളെ 2 തെങ്ങിൻ തൈ ഇത്ര അടുപ്പിച്ച് വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. 2 തെങ്ങിൻ തൈ വെക്കാനുള്ള സ്ഥലം ഇവിടെ അധികം കാനലൊന്നും ഇല്ലാത്ത സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 തെങ്ങിൻ തൈ ഇതിൽ വെക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നനച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഇവിടെ നിന്ന് ഒന്നുകൂടി നനച്ചാലാണ് നാളെ അവർക്ക് ഒന്ന് ഈസി ആയിട്ട് ഒന്ന് കുഴി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 തെങ്ങിൻ തൈ ഇവിടെ ഒക്കെയാണ്. ഇനി 2 എണ്ണത്തിനുള്ള സ്ഥലം കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഒരെണ്ണം ഇവിടെ സെറ്റാക്കാം. അപ്പോൾ ഇവിടെ വൃത്തിയാക്കാം. ഇവിടെ ഇതുപോലെ തന്നെ അധികം എന്താ പറയുക, ഷെയ്ഡ് വരുന്ന സ്ഥലമൊന്നുമല്ല. മുകളിലേക്ക് നമുക്ക് തെങ്ങിന് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇവിടെ വൃത്തിയാക്കാം. ഇവിടെ ഒരെണ്ണത്തിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു സ്പേസ് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നനച്ചിട്ടിട്ടില്ല. ഇത് ഞാൻ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് നനച്ചു കൊടുക്കാം. നന്നായി നനച്ചു കൊടുത്താൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും, നാളെ അവർ വരാനാണ് പറഞ്ഞത്. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും സെറ്റ് ആവും. ഓക്കെ. അപ്പം ഇനി ഇവിടെ വൃത്തിയാക്കാം. കുരുമുളക് പഴുത്ത് വീണ് തുടങ്ങിയിട്ടാ. കുരുമുളക് കുറേ വീണെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം അതൊന്ന് കറക്കിയെടുക്കാം. കുരുമുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അതുപോലെ കുരുമുളക് നമ്മൾ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് വീണത് നമ്മൾ പറക്കിയെടുക്കുക ചെയ്യാറ്. പൊട്ടിക്കാറായിട്ടുണ്ട്. നമ്മൾ ആദ്യം കഴിഞ്ഞ മാസമായിട്ട് പൊട്ടിച്ചിരുന്നു. അന്ന് ആ സമയത്തായത്. ഇപ്പോൾ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കൂടി സെറ്റായിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കൂടി കണ്ടുപിടിക്കണം. വാ, പോയി വെച്ചേക്കാം. കമാൻ. നമുക്ക് ഈ ഒരു സ്പേസിൽ ഇവിടെ ഒരെണ്ണം സെറ്റാക്കാം. ഈ സ്പേസിൽ ഒന്ന് നടാം. അപ്പോൾ 4 എണ്ണം വയ്ക്കാനുള്ള സ്ഥലമായി. നമുക്കിത് നനച്ചിടാം. നാളെ വരുമ്പോൾ അവർക്ക് കുഴി കുഴിക്കാൻ ഒരു ഈസി ആയാലോ. അപ്പോൾ ഇത് നമ്മൾ നനയ്ക്കാറുണ്ട്, 1.5 നനയ്ക്കാറുണ്ട് പറമ്പ്. കുരുമുളകല്ല, കവുങ്ങ്. കുരുമുളക് എന്ന് പറയുന്നത്. കവുങ്ങിനും തെങ്ങിനും വാഴയ്ക്കൊക്കെ നമ്മൾ 1.5 നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഓൾറെഡി
ഓൾറെഡി നനഞ്ഞിട്ടാണ് കിടക്കണത്. എന്നാലും നമ്മൾ ഒന്നും കൂടി അവർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ട് വരാം. അത് പറഞ്ഞുപോയി. കുരുമുളക് അപ്പം നമ്മൾ ഫുള്ള് നനച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ അവർ വരുന്നാണ് പറഞ്ഞത്. അവരെന്നെ കുളിച്ചിട്ട് തരുന്നുണ്ട്. അപ്പം നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം. നാളെ കാണാം. അപ്പോൾ ഞാൻ ഈ തെങ്ങിൻ തൈകളൊക്കെ ഞാൻ ഇന്ന് തന്നെ കൊണ്ടുവച്ചു. നാളെ അവർ വരുമ്പോൾ എടുക്കുക എളുപ്പത്തിനായിട്ട്. പിറ്റേ ദിവസം രാവിലെ അവർ കറക്റ്റ് സമയത്തിന് 4 പേര് വന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന് നമുക്കൊക്കെ ചെയ്ത് തന്നു. അതെ, ഇതിലിപ്പോൾ ഒരു മീറ്റർ നമ്മുടെ തുണി അളക്കണ ഒരു മീറ്റർ എന്ന് പറഞ്ഞാല് 39 ഏകദേശം. ഇതെടുത്തോ. അപ്പൊ ഇത് കുഴപ്പമില്ല. ഒരു മീറ്ററിനേക്കാൾ കുറച്ച് കൂടുതലുള്ളൂ. അത് അത്ര വേണ്ട, ഒരു വേണ്ട, കറക്റ്റ് ഒരു മീറ്റർ വേണ്ടല്ലോ. അപ്പൊ വെട്ടാം. അപ്പൊ ഇത് ഇത്ര ഇത് ഈ തണ്ട് വരുന്നത് വണ്ണം നിൽക്കലുണ്ടായിപ്പോ അണക്കാൻ വണ്ണം നിൽക്കല് 75 സെന്റിമീറ്റർ. ഇത് എത്ര നീളമുണ്ടാവും? ഇരുമ്പ് വടിയൊന്നുമില്ലേ? കറക്റ്റ് അല്ല. ഒരെണ്ണം കൂടുതലുള്ളൂ. അതിങ്ങനെ വെക്കാനാ. 75 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അടിയിലേക്ക് കുഴിയുടെ അപ്പൊ ഇതോ വീതി ഇത്ര വീതി 4 ഭാഗത്തും. അപ്പൊ ഇങ്ങനെ വടി. അപ്പോൾ തെങ്ങിൻ തൈന് കുഴിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അളവുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 1 മീറ്റർ വീതി നീളത്തിലാണ് അതിൻ്റെ കുഴിയുടെ വിസ്തീർണം വേണ്ടത്. പിന്നെ താഴത്തേക്ക് അതിൻ്റെ താഴ്ച എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ അളവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവർ കുഴിയൊക്കെ കുഴിക്കാൻ പോകുന്നത്. അവളെന്താ പറഞ്ഞു? 4 ഒരാൾക്ക് 1 വയ്ക്കാൻ പറ്റൂലേ? അല്ല, നമ്മൾ എന്നാലും ഇവിടെ നനയ്ക്കാറുണ്ട്. കിട്ടിയത് ഒന്നരാടം നനയ്ക്കാറുണ്ട്. ഇതിപ്പോ എല്ലാ വീടുകളിലും ചെയ്തു കൊടുക്കില്ല. 30 തൈ അത്ര മൊത്തം ആകെ ഉണ്ടായിരുന്നത്. നാലെണ്ണം എടുക്കാത്തവരുണ്ട് അല്ലേ? ഇല്ല, 3 2 കൊടുത്തവരുള്ളോ? അതെ. ഇത് 4 കുഴിച്ചതിന് ശേഷല്ലേ വെക്കുള്ളൂ. അല്ല, ഇതിന്റെ അടിയില് മറ്റേ പൊടി ഇടാറില്ലേ? വളം കുറച്ച് വളം ഇവിടെ ഉള്ളതാ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. 2 എണ്ണം കഴിഞ്ഞ് സെറ്റായില്ലേ? വേരുകളുണ്ട് അല്ലേ?
ഇത് കുമ്മായപ്പൊടിയാ? അതാ കുഴിയില ആദ്യം മതി. മതിയാ? അത് മതി, കുറച്ച് മതി. ഞാൻ ഇതിന് മണ്ണിട്ട് ഒരു പൊടി മണ്ണ് ഇങ്ങനെ ഇറക്കിയിട്ടേ ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ അത് വെക്കാം. ഓക്കെ, കുറച്ച് കുറച്ച് മതി. ഇനി ചവറിടുകണ്ട്. അല്ല, ഇനി വെച്ചോ. അത് ഇങ്ങനെ എന്നിട്ട് ഇത് വെച്ചതിൻ്റെ ദിവസം ചവറിടും. എന്നാ വെച്ചോളാം. സുഖത്തിന് പറ്റി ഞാൻ എടുത്തിട്ട് വരാം. എടുത്തിട്ടില്ല. പൊളിക്കേണ്ടി വരും. ഇതുണ്ടോ? അല്ല, പൊളിക്കാനാണെങ്കിൽ ഇങ്ങനെ തീണ്ടിട്ട് അത് അങ്ങനെ വെക്കാൻ പോണത്. അല്ലാണ്ട് ചകിരിച്ചോറ് പോവും. അല്ലത് താഴത്തേക്ക് വെച്ചതിന് ശേഷം കീറിയ മതി എന്ന് പറയാം. ചകിരിച്ചോറ് പോവും. അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടല്ല. അല്ല, കുറച്ച് മണ്ണിട്. എന്നിട്ട് ഈ സൈഡ് അപ്പൊ നേരെ അതാണ് ഇതില് എല്ലുപൊടി, ചകിരിച്ചോറ്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെ സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിത് അതിലേക്ക് നോക്കാം. അങ്ങനെ നല്ല കടത്തിലേക്ക് മഴ പെയ്ത അല്ല വെള്ളം കൈകൊണ്ട് വരില്ലേ? കൈക്കോട്ടും വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ വയറിലായപ്പോ വയറിലാവും. ചവറും നന്നായി കേട്ടോ. മതില്ലേ? അപ്പൊ തെങ്ങും തൈ ഒക്കെ അവർ നല്ല ഭംഗിയിൽ വെച്ചാന്നുണ്ട് കേട്ടോ. നല്ല രസത്തില്, നല്ല ഭംഗിയില് അവരുടെ അളവൊക്കെ അനുസരിച്ചിട്ട് എന്താ 75 സെന്റിമീറ്റർ താഴ്ചയും പിന്നെ എന്താ 1 മീറ്റർ 4 ഭാഗത്തേക്കുള്ള വീതിയൊക്കെ നോക്കിയിട്ട്, വീതി നീളമൊക്കെ നോക്കിയിട്ടാണ് അവർ വെച്ചെന്നുള്ളത്. നല്ല ഭംഗിയിൽ വെച്ചെന്നുണ്ട് കേട്ടോ. നല്ല പ്രൊഫഷണൽസ് വെക്കണ പോലെ നല്ല സെറ്റാക്കിയിട്ട് വെച്ചെന്നുണ്ട്. ഞാൻ അവർ പറഞ്ഞ് നേരിട്ട് നനച്ചു കൊടുക്കുക, മറ്റേ കുത്തനെ നനച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം. പൈപ്പിട്ട് നനയ്ക്കണില്ല, കുത്തനെ നനച്ചു കൊടുക്കണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ തെങ്ങിൻ തൈയൊക്കെ വെച്ചെന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടലുണ്ട്. അപ്പൊ ഇത് സരോജിനി ചേച്ചി,
പിന്നെ ഇത് ഫാത്തിമാത്ത പിന്നെ ഇത് ചേച്ചി ഇത് സുഭദ്രേച്ചി. അവരൊക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ശരി ശരി.